TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സുവോളജി ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണിത്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ്, കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ്, കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നീ ടോപ്പിക്കുകളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ വരുന്ന സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, ഓരോ സ്പീഷീസുകളും അത് കാണുന്ന ഏരിയയും അല്ലെങ്കിൽ ഏരിയയുടെ വിസ്തൃതിയും സ്പീഷീസിൻ്റെ എണ്ണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനെക്കുറിച്ച് ആദ്യമായിട്ടൊരു ശാസ്ത്രീയമായ ഒരു പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ചിത്രത്തിൽ കാണുന്ന അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഒരു ജർമ്മൻ നാച്ചുറലിസ്റ്റും ജിയോഗ്രഫറുമായിരുന്നു അദ്ദേഹം. സ്പീഷീസുകളുടെ എണ്ണവും ഏരിയയുടെ വിസ്തൃതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പം അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഫലമായിട്ട് കണ്ടെത്തിയത് സ്പീഷീസിൻ്റെ എണ്ണം ഏരിയയുടെ വിസ്തൃതി കൂടുന്നതിനനുസരിച്ച് കൂടുന്നു എന്നാണ്. പക്ഷേ ഏരിയയുടെ വിസ്തൃതി കൂടിക്കൊണ്ടിരുന്നാൽ സ്പീഷീസിൻ്റെ എണ്ണവും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ശ്രദ്ധിക്കുക, ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജിയോഗ്രാഫർ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഒബ്സർവ്ഡ് ദാറ്റ് വിതിൻ എ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ്ഡ് വിത്ത് ഇൻക്രീസിംഗ് എക്സ്പ്ലോർഡ് ഏരിയ. എന്താ മനസ്സിലാക്കേണ്ടത്? ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും കൂടുന്നു. ബട്ട് ഓൺലി അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. പിന്നെ ഏരിയ കൂടിയാലും സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നില്ല. നമുക്കതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ ഒരു ഗ്രാഫ് നോക്കുക. ഏരിയയെ എക്സ് ആക്സിസിലും സ്പീഷീസ് റിച്ച്നെസ് വൈ ആക്സിസിലും എടുത്തുകൊണ്ടുള്ള ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ ഏരിയയുടെ വിസ്തൃതി കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അറ്റ് ഫസ്റ്റ് ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സിൻ്റെ എണ്ണം കൂടുന്നത് ഫാസ്റ്റായിട്ട് നടക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു പ്രത്യേക ഒരു വിസ്തൃതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സൈസിലേക്ക് ഏരിയ എത്തുമ്പോൾ പിന്നെ സ്പീഷീസ് റിച്ച്നെസ്സിൻ്റെ എണ്ണം കുറയുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ കുറയുന്നു എന്നല്ല, ശരിക്കും അതിൻ്റെ ഇൻക്രീസിൻ്റെ റേറ്റ് കുറയുന്നു എന്നാണ് കാണുന്നത്. ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിയുമ്പോൾ പിന്നെ അതൊരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് പോകുന്നതായിട്ടും കാണുന്നു. ഈ രീതിയിൽ ഉള്ള ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള. സാധാരണ പരാബോള ഷേപ്പൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുപോലത്തെ മറ്റൊരു ഷേപ്പാണിത്, റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള ഷേപ്പ്. The relation between species richness and area for a wide variety of taxa is rectangular hyperbola. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രത്യേക ടാക്സ, ഫോർ എക്സാമ്പിൾ ഒരു ആംഫീബിയൻ സ്പീഷീസിൻ്റെ റിച്ച്നെസ് ആണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഫിഷസിൻ്റെ ആണ്, അല്ലെങ്കിൽ മാമൽസിൻ്റെ ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ടാക്സയുടെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് നമ്മളൊന്ന് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഏകദേശം എല്ലാ ടാക്സയുടെയും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് ഈ ഒരു ഷേപ്പായിരിക്കും കിട്ടുക. ആ ഷേപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? സ്പീഷീസ് റിച്ച്നെസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഏരിയ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടുന്നതിൻ്റെയും വേഗത കൂടുന്നുണ്ട്, അല്ലെങ്കിൽ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ ഒരു ലിമിറ്റിലെത്തിക്കഴിയുമ്പോൾ പിന്നെ ഏരിയ കൂടിയാലും സ്പീഷീസ് റിച്ച്നെസ് വലുതായിട്ട് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ ഗ്രാഫിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം.
ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് സ്പീഷീസ് റിച്ച്നെസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് S is equal to CA raised to Z. എന്താണ് ഓരോ ലെറ്ററും ഡിനോട്ട് ചെയ്യുന്നത് നോക്കിക്കേ. S എന്ന് പറഞ്ഞാൽ സ്പീഷീസ് റിച്ച്നെസ്, A എന്ന് പറഞ്ഞാൽ ഏരിയ, C എന്ന് പറഞ്ഞാൽ Y ഇന്റർസെപ്റ്റ്. എന്താ Y ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഇത് X ആക്സിസ് ആണ്, ഇത് Y ആക്സിസ് ആണ്. X ആക്സിസിൽ നമ്മൾ ഏരിയ എടുക്കുന്നു, Y ആക്സിസിൽ നമ്മൾ സ്പീഷീസ് റിച്ച്നെസ് എടുക്കുന്നു. അപ്പോൾ ഒരു ഏരിയയ്ക്ക്, പർട്ടിക്കുലർ ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Yയുടെ വാല്യൂ, അതിനെയാണ് Y ഇന്റർസെപ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. Z എന്താണ്? Z സ്ലോപ്പ് ഓഫ് ദ ലൈൻ. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈനിൻ്റെ സ്ലോപ്പ്, ചരിവ്, നിങ്ങൾ മാത്തമാറ്റിക്സിൽ അതൊക്കെ പഠിക്കുന്നുണ്ടാകും. ഒരു ലൈനിൻ്റെ ചരിവൊക്കെ കണ്ടുപിടിക്കാൻ, സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പഠിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ ആ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. ഈ ലൈനിൻ്റെ സ്ലോപ്പ്, ചരിവിനെ വിളിക്കുന്ന പേരാണ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയിട്ട് അതിനെ സ്പീഷീസ് റിച്ച്നെസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് S is equal to CA raised to Z. S എന്ന് പറഞ്ഞാൽ അറിയാം സ്പീഷീസ് റിച്ച്നെസ് ആണ്, C എന്ന് പറയുന്നത് Y ഇന്റർസെപ്റ്റ് വാല്യൂ ആണ്, A എന്ന് പറയുന്നത് ഏരിയ ആണ്, Z എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഇനി ഈ വാല്യൂസിനെ നമ്മൾ ലോഗരിതമിക് സ്കെയിലിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് കരുതുക. X വാല്യൂ, Y വാല്യൂ അല്ലെങ്കിൽ ഏരിയയുടെ വാല്യൂവും സ്പീഷീസ് റിച്ച്നെസ്സിൻ്റെ വാല്യൂവും നമ്മൾ ലോഗരിതമിക് ടേബിൾ എടുത്തിട്ട് ലോഗരിതമിക് വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ log X കിട്ടും, ഇവിടെ log Y കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷന് മാറ്റം വരുന്നു. ദാറ്റ് ഈസ് log S is equal to log C plus Z log A. ഈ രീതിയിൽ ലോഗരിതമിക് സ്കെയിൽ, അതാണ് ലോഗ് സ്കെയിൽ എന്നിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സ്കെയിലിൽ എടുത്തിട്ടാണ് നമ്മൾ സ്പീഷീസ് റിച്ച്നെസ് കാണുന്നതെങ്കിൽ ആ സ്പീഷീസ് റിച്ച്നെസ്സിൻ്റെ ലോഗരിതമിക് വാല്യൂ എന്ന് പറയുന്നത് ലോഗരിതമിക് വാല്യൂ ഓഫ് C, ലോഗ് C എന്ന് പറയുന്നത് Y ഇന്റർസെപ്റ്റിൻ്റെ വാല്യൂ പ്ലസ് Z എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് പ്ലസ് Z ലോഗ് A. Z നേരത്തെ പറഞ്ഞു ലോഗ് A എന്ന് പറയുന്നത് ഏരിയ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. രണ്ട് ഇക്വേഷൻസ് നമുക്കതിന് ഉപയോഗിക്കാം. S is equal to CA raised to Z. ഇനി ലോഗരിതമിക് വാല്യൂ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ log S is equal to log C plus Z log A. അപ്പോൾ ലോഗരിതമിക് വാല്യൂ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിവിടെ കിട്ടുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ സാധാരണ വാല്യൂ വെച്ചാണ് നമ്മൾ ഈ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കുലർ ഹൈപ്പർബോള ഷേപ്പായിരിക്കും. ഇനി ഇതിൻ്റെ വാല്യൂസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ജനറലി ഫോർ സ്മാൾ ഏരിയാസ് ദ Z വാല്യൂ ഈസ് 0.1 to 0.2. ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചു റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ഈ ലൈനിൻ്റെ സ്ലോപ്പ്. ആ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ വാല്യൂവിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ചെറിയ ഏരിയാസിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ സ്പീഷീസ് റിച്ച്നെസ് കാണുന്നത്. ചെറിയൊരു ഏരിയയിലാണ്, ഒരു പഞ്ചായത്തിൻ്റെയോ ഒരു താലൂക്കിൻ്റെയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സ്മാൾ ഏരിയ ആണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ അവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് മിക്കവാറും 0.1നും 0.2നും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഇസഡിന് കിട്ടുക. ബട്ട് ഫോർ ലാർജ് ഏരിയാസ്, ഫോർ എക്സാമ്പിൾ എൻറ്റയർ കോണ്ടിനെൻറ്റ്സ്, ഒരു ഭൂഖണ്ഡത്തിലുള്ള മൊത്തം സ്പീഷീസ് റിച്ച്നെസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ന് വിചാരിക്കുക. എങ്കിൽ അവിടെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് സ്റ്റീപ്പർ. ദാറ്റ് ഈസ് ഇസഡ് വാല്യൂസ് 0.6 to 1.2. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ ചരിവ് എന്ന് പറയുന്നത് സ്റ്റീപ്പായിട്ട് മാറും, ഇങ്ങനെ മാറും. ഇത് കുറച്ചുകൂടെ സ്റ്റീപ്പായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.6 to 1.2 വരെ വരാം ലാർജ് കോണ്ടിനെൻറ്റ്സ് നമ്മൾ കണക്കാക്കുമ്പോൾ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോർ ഫ്രൂജിവോറസ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറൻറ്റ് കോണ്ടിനെൻറ്റ്സ്.
ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ്, അതാണ് ഫ്രൂജിവോറസ് ബേർഡ്സ് എന്ന് പറയുന്നത്, ആൻഡ് മാമൽസ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ഇപ്പോൾ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലെ ഉഷ്ണമേഖലാ വനങ്ങളിലെ അവിടുത്തെ ഫ്രൂജിവോറസ് ബേർഡ്സിൻ്റെയോ മാമൽസിൻ്റെയോ ആണ് സ്പീഷീസ് റിച്ച്നെസ് നമ്മൾ കാണുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ അവിടെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.15 അടുപ്പിച്ചായിരിക്കും. അതാണ് ഇസഡിൻ്റെ വാല്യൂവിൻ്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതൊരു ചെറിയ ഏരിയയുടെ വാല്യൂ ആണോ വലിയ ഒരു ഏരിയയുടെ വാല്യൂ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അടുത്തതായിട്ട് നമുക്ക് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ് എന്താണ്? റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസ് നോക്കാം. ഈ ഒരു ഹൈപ്പോത്തീസിസ് പ്രപ്പോസ് ചെയ്തത് ഈ പിക്ചറിൽ കാണുന്ന പോൾ ഏർലിച്ച് എന്ന് പറയുന്ന സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഒരു ഇക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് മറക്കണ്ട, പോൾ ഏർലിച്ച് എന്നാണ് സയൻറ്റിസ്റ്റിൻ്റെ പേര്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിൽ ഉള്ള ഓരോ സ്പീഷീസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഒരു സ്പീഷീസ് പെട്ടെന്ന് ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമായാൽ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ഫോർ എക്സാമ്പിൾ, വെസ്റ്റേൺ ഗാട്ട്സിൽ ഉള്ള ഒരു ഫ്രോഗ് സ്പീഷീസ് പെട്ടെന്ന് അങ്ങ് എക്സ്റ്റിങ്ക്റ്റായി പോവുകയാണ്. അങ്ങനെ എക്സ്റ്റിങ്ക്റ്റായി പോകുന്നതുകൊണ്ട് എന്ത് ദോഷം സംഭവിക്കുന്നു എന്ന് നമുക്ക് ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നാം. പക്ഷേ അതങ്ങനെയല്ല. ഓരോ ഇക്കോസിസ്റ്റത്തിനും അതിലെ ഓരോ സ്പീഷീസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. സർവൈവൽ ഓഫ് ഈച്ച് ആൻഡ് എവരി സ്പീഷീസ് ഓൺ ദിസ് എർത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സർവൈവൽ ഓഫ് ദ അതർ സ്പീഷീസ്. ഓരോ സ്പീഷീസിൻ്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് മറ്റ് സ്പീഷീസുകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. One might think what will happen if one species of tree frog of Western Ghats become extinct? The answer for this question can be well explained with the rivet popper hypothesis of Stanford ecologist Paul Ehrlich. എയർലിച്ച് എന്താ പറഞ്ഞത്? അദ്ദേഹം നമ്മുടെ എക്കോസിസ്റ്റത്തിനെ ഒരു എയ്റോപ്ലെയിനുമായിട്ടൊന്ന് കമ്പയർ ചെയ്തു. നമ്മുടെ ഭൂമിയിലുള്ള പല പല എക്കോസിസ്റ്റംസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു എക്കോസിസ്റ്റത്തിനെ അദ്ദേഹം ഒരു എയ്റോപ്ലെയിനുമായിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ട് ഈ എയ്റോപ്ലെയിനിലുള്ള ഓരോ റിവറ്റ്സും, റിവറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എയ്റോപ്ലെയിനിൽ ആയിരക്കണക്കിന് പാർട്ടുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഒരു എയ്റോപ്ലെയിൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടുകളെ പരസ്പരം യോജിപ്പിക്കുവാനായിട്ട് ധാരാളം നട്ടും ബോൾട്ടും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരം നട്ടും ബോൾട്ടും വരുന്ന നെയിൽസിനെ, ആണിയെ വിളിക്കുന്ന പേരാണ് റിവറ്റ്സ്. In an aeroplane, all parts are joined together using thousands of rivets. The rivets are compared to species of the ecosystem. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ഇതിലുള്ള ഓരോ റിവറ്റിനെയും അദ്ദേഹം ഓരോ സ്പീഷീസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഈ ഒരു പിക്ചറിൽ കാണുന്ന ഒരു എക്കോസിസ്റ്റത്തിൽ തന്നെ ഒരുപാട് സ്പീഷീസുകളുണ്ട്. ഇപ്പോൾ ബേർഡ്സ് കാണാം, നമുക്ക് പ്ലാന്റ്സ് കാണാം, ഫിഷസ് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനിമൽസിനെ നമുക്ക് ഇവിടെ തന്നെ, അനിമൽസിനെയും പ്ലാന്റ്സിനെയും നമുക്ക് ഈ പിക്ചറിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലുള്ള ഓരോ അനിമലും അല്ലെങ്കിൽ ഓരോ പ്ലാന്റിനെയും എന്തുമായിട്ട് കമ്പയർ ചെയ്യാം? ഈ എയ്റോപ്ലെയിനിലെ ഒരു റിവറ്റുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇനി ഈ എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർ, അവർ ഇതിനകത്ത് കയറിയിട്ട് ഇതിലുള്ള ഓരോ റിവറ്റിനായിട്ട് പോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ എടുത്തു മാറ്റുന്നു എന്ന് വിചാരിക്കുക. അപ്പം അതിനെ അദ്ദേഹം കമ്പയർ ചെയ്തത് ഈ എക്കോസിസ്റ്റത്തിലുള്ള ഓരോ സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആകുന്നു എന്നതായിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എയ്റോപ്ലെയിനിൽ നിന്നും ഒരു റിവറ്റ് ഒരാൾ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കമ്പയർ ചെയ്തത് ഈ ഒരു എക്കോസിസ്റ്റത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു സ്പീഷീസിനെ ഒരാൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ കാരണം എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു എയ്റോപ്ലെയിനിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഒരു സീറ്റിലുള്ള ഒരു റിവറ്റിനെയാണ് ഒരാൾ എടുത്തുകൊണ്ട് പോയെങ്കിൽ
അത് ഫ്ലൈറ്റ് സേഫ്റ്റിക്ക് വലിയ പ്രശ്നം വരുന്നില്ല. എന്നാൽ അതിൻ്റെ വിങ്സിലുള്ള ഒരു റിവറ്റാണ് എടുത്തു മാറ്റിയതെങ്കിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും അതിൻ്റെ ക്രൂഷ്യലായിട്ടുള്ള അതിൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിലുള്ള റിവറ്റിനെയാണ് എടുത്തതെങ്കിലോ ഈ പ്ലെയിൻ കൊളാപ്സായി പോകും, തകർന്നു പോകും. അതുപോലെ തന്നെയാണ് എക്കോസിസ്റ്റത്തിലും. ഈ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ആ സ്പീഷീസിൽ ഓരോ സ്പീഷീസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ചില സ്പീഷീസുകൾ കീ സ്പീഷീസുകളായിരിക്കും. ആ സ്പീഷീസ് ആയിരിക്കും ആ എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ നിശ്ചയിക്കുന്ന സ്പീഷീസ്. അപ്പം അങ്ങനത്തെ സ്പീഷീസിനെ ഒരാൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ കാരണം അത് നശിച്ചു പോയാൽ, എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയാൽ വാട്ട് വിൽ ഹാപ്പൻ? ആ എക്കോസിസ്റ്റം തന്നെ നശിച്ചു പോകും. അതാണ് ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തീസിസിലൂടെ പോൾ എർലിച്ച് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇഫ് എവരി പാസഞ്ചർ ട്രാവലിംഗ് ഇൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു പോപ്പിംഗ് എ റിവറ്റ് ടു ടേക്ക് ഹോം, എടുത്തുകൊണ്ട് പോവുക വീട്ടിലേക്ക്, ദാറ്റ് മീൻസ് കോസിങ് എ സ്പീഷീസ് ടു ബിക്കം എക്സ്റ്റിങ്ക്റ്റ്, ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആകാൻ കാരണമാകുന്നു. ഇറ്റ് മേ നോട്ട് അഫക്റ്റ് ഫ്ലൈറ്റ് സേഫ്റ്റി ഇനിഷ്യലി. അപ്പോൾ ഇനിഷ്യലി തുടക്കത്തിൽ അത് ഫ്ലൈറ്റ് സേഫ്റ്റിക്ക് അത് കുഴപ്പമുണ്ടാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ എക്കോസിസ്റ്റം, എക്കോസിസ്റ്റത്തിൻ്റെ ശരിയായ ഫങ്ഷനിങ് അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ആസ് മോർ ആൻഡ് മോർ റിവറ്റ്സ് ആർ റിമൂവ്ഡ്, കൂടുതൽ കൂടുതൽ റിവറ്റ്സ് റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിലോ ദ പ്ലെയിൻ ബിക്കം ഡേഞ്ചറസ്ലി വീക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം. പ്ലെയിനിൻ്റെ അവസ്ഥ എന്തായിട്ട് മാറും? ഡേഞ്ചറസ്ലി വീക്ക്, അപകടകരമായിട്ട് മാറും ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഫർദർമോർ വിച്ച് റിവറ്റ് ഈസ് റിമൂവ്ഡ് മേ ആൾസോ ബി ക്രിട്ടിക്കൽ. അപ്പോൾ ഏത് റിവറ്റിനെയാണ് ഈ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ ഏത് സ്പീഷീസാണ് എക്സ്റ്റിങ്ക്റ്റ് ആകുന്നത് എന്നുള്ളതും ക്രിട്ടിക്കലാണ്. ലോസ് ഓഫ് റിവറ്റ് ഓൺ ദ വിങ്സ്, ചിറകിലുള്ള റിവറ്റാണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കീ സ്പീഷീസ് ദാറ്റ് ഡ്രൈവ്സ് മേജർ എക്കോസിസ്റ്റം ഫങ്ഷൻ. ആ എക്കോസിസ്റ്റത്തിന് നിലനിൽപ്പിന് പ്രധാനമായിട്ടുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്പീഷീസാണ് എക്സ്റ്റിങ്ക്റ്റ് ആകുന്നതെങ്കിലോ ഈസ് ഒബീവിയസ്ലി എ മോർ സീരിയസ് ത്രെറ്റ് ടു ഫ്ലൈറ്റ് സേഫ്റ്റി ദാൻ ലോസ് ഓഫ് എ ഫ്യൂ റിവറ്റ്സ് ഓൺ ദ സീറ്റ്സ് ഓർ വിൻഡോസ് ഇൻസൈഡ് ദ പ്ലെയിൻ. അപ്പം അത് സീറ്റിലെയോ വിൻഡോയിലെയോ റിവറ്റിനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്നതിനെ അപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലെയാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ അത് ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റിയെ ഇല്ലാതാക്കും. എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്ന? ആ കീ സ്പീഷീസ് ആ എക്കോസിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ആ എക്സ്റ്റിങ്ഷൻ നടന്നാൽ പ്രശ്നമാകുന്നു. അടുത്തതായിട്ട് നമുക്ക് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് തന്നെ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലേ? വനം വെട്ടി നശിപ്പിച്ചുകൊണ്ട് അവിടെ എന്തോ കൃഷി ചെയ്യുവാൻ വേണ്ടി നിലം ഒരുക്കുന്ന ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. The extinction of species and consequent loss of biodiversity are due to mainly 4 major reasons. അപ്പോൾ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആകുന്നതും അതുവഴി ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നതും പ്രധാനമായിട്ടും 4 കാരണങ്ങൾ കൊണ്ടാണ്. They are known by the sobriquet the evil cortlet. അപ്പോൾ അവയെ നമുക്ക് എന്ത് അപരനാമത്തിൽ പറയാം? The evil cortlet എന്ന് വിളിക്കാം. ഏതൊക്കെയാണ് ഈവിൾ കോർട്ട്ലെറ്റ്? നോക്കിക്കേ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻസ്, കോ എക്സ്റ്റിങ്ഷൻസ്. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകുന്നത്, നഷ്ടപ്പെടുന്നത്. എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. It is due to cutting down of trees, ploughing a grassland, filling a wetland or burning a forest. ഇപ്പോൾ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുക, ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലം നഷ്ടപ്പെടുക. അതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് എന്താണ്? വനങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു. പ്ലഫിങ് എ ഗ്രാസ് ലാൻഡ്, നല്ല പുൽപ്രദേശമായി കിടക്കുന്ന ഒരു സ്ഥലത്തിനെ ഉഴുതുമറിക്കുന്നു. ഫില്ലിങ് എ വെറ്റ്ലാൻഡ്, ചതുപ്പ് നിലമായിട്ട് കിടന്ന ഒരു സ്ഥലത്ത് മണ്ണ് കൊണ്ട് നിറച്ചിട്ട് അവിടെ അതിനെ കരപ്രദേശമാക്കി മാറ്റുന്നു. ബേണിങ് എ ഫോറസ്റ്റ്, കാട്ട് തീയിട്ട്
അവിടെ വീണ്ടും എന്തെങ്കിലും കൃഷിക്കോ വേണ്ടിയൊക്കെ മാറ്റിയെടുക്കുന്നു. അപ്പം അതിനൊക്കെ ഉള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഉഷ്ണമേഖല മഴക്കാടുകൾ. വൺസ് ദ മോസ്റ്റ് കവേർഡ് ദ 40% ഓഫ് എർത്ത് ലാൻഡ്. അപ്പോൾ ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഒരിക്കൽ എർത്തിലെ ലാൻഡിൻ്റെ 14% ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, വെറും 6% മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ 14%-ഓളം കവർ ചെയ്തുകൊണ്ട് കാണപ്പെട്ടിരുന്നതായിരുന്നു ഈ പിക്ചറിൽ കാണുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇപ്പോൾ അതെന്താ സംഭവിച്ചിരിക്കുക? മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ വനത്തിനെ വെട്ടി നശിപ്പിച്ചുകൊണ്ട് അതിന് ഏരിയ കുറച്ചുകൊണ്ടേയിരിക്കുന്നു. 14% ഉണ്ടായിരുന്ന ലാൻഡ് ഇപ്പോൾ വെറും 6% മാത്രമേ ഉള്ളൂ. ദ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. അതുപോലെ തന്നെ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്, ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്, നമ്മുടെ ഈ ഭൂമിയുടെ ശ്വാസകോശങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ്, നമ്മുടെ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഹാർബറിങ് മില്യൺസ് ഓഫ് സ്പീഷീസ്, ദശലക്ഷക്കണക്കിന് സ്പീഷീസുകൾ ഉണ്ടായിരുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റിന് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈസ് ബീയിങ് കട്ട് ഫോർ കൾട്ടിവേറ്റിംഗ് സോയാബീൻ കൾട്ടിവേഷന് വേണ്ടിയും ഓർ ഫോർ കൺവേർഷൻ ടു ഗ്രാസ് ലാൻഡ്, എന്തിനു വേണ്ടി മാറ്റി? മരങ്ങളെ വെട്ടി നശിപ്പിച്ചിട്ട് അവിടെ വളർത്തുവാൻ വേണ്ടി, പുൽച്ചെടികൾ വളർത്തുവാൻ വേണ്ടി ആരംഭിച്ചു. എന്തിനു വേണ്ടിയാ? റേസിംഗ് ബീഫ് കാറ്റിൽ, കന്നുകാലികളെ വളർത്തുന്നതിന് വേണ്ടി, കന്നുകാലികൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പുൽച്ചെടികൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി മരങ്ങളെ വെട്ടി നശിപ്പിച്ചു. ദ ഫ്രാഗ്മെൻറ്റേഷൻ, ഹാബിറ്റാറ്റ് ലോസിന് ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ദ ഫോറസ്റ്റ് ദാറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മാൾ ഫ്രാഗ്മെൻറ്റ്സ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൾസോ ലെഡ് ടു ദ ഡിസപ്പിയറൻസ് ഓഫ് മെനി സ്പീഷീസ്. അപ്പോൾ അതാ നമുക്ക് കാണാൻ, ഈ പിക്ചറിൽ നോക്കിയാൽ ഒരു ഫോറസ്റ്റിൻ്റെ നടുവിൽ കൂടെ ഒരു റോഡ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ഫോറസ്റ്റ് 2 ഫ്രാഗ്മെൻ്റായിട്ട് മാറുക, 2 കഷ്ണങ്ങളായിട്ട് മാറുകയാണ്. അതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് വന്നപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നു? അനിമൽസിൻ്റെ ഫ്രീ മൂവ്മെൻറ്റിന് ഇതൊരു തടസ്സമായിട്ട് മാറുന്നു. അപ്പോൾ ഇതും ദാറ്റ് മേ ലീഡ് ടു ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇനി രണ്ടാമത്തെ ഈവിൾ കോർട്ട്ലെറ്റ്, ദാറ്റ് ഈസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. എന്താണ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുക? ചൂഷണം ചെയ്യുക. മനുഷ്യൻ അവൻ്റെ അത്യാഗ്രഹം കൊണ്ടെന്ന് പറയാം. ആഗ്രഹമുണ്ട്, അത്യാഗ്രഹമുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ ആവശ്യത്തിന് വേണ്ടിയും അതുപോലെ അനാവശ്യത്തിന് വേണ്ടിയും ഒരുപാട് പക്ഷി മൃഗാദികളെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? കൊന്ന് നശിപ്പിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി കൊന്ന് നശിപ്പിക്കുന്ന 2 എക്സാമ്പിൾസാണ് നമ്മളിവിടെ പിക്ചറിൽ കാണുന്നത്. ഒന്ന് പാസഞ്ചർ പീജിയൺ എന്ന് പറയുന്ന ഒരു ബേർഡ്, മറ്റൊന്ന് സ്റ്റെല്ലേഴ്സ് സീ കൗ, കടൽ പശുവാണ്. സ്റ്റെല്ലേഴ്സ് സീ കൗ എന്നറിയപ്പെടുന്ന ഒരു മാമൽ. ഈ 2 ജീവികളും ഇന്ന് ഭൂമുഖത്തില്ല, എക്സ്റ്റിങ്റ്റ് ആയിപ്പോയി. എന്താ റീസൺ? മനുഷ്യൻ അവൻ്റെ അമിതമായിട്ടുള്ള അത്യാഗ്രഹം കൊണ്ട് ഇതിനെയൊക്കെ എന്ത് ചെയ്യുകയാണ്? ഭക്ഷണത്തിന് വേണ്ടി ആയിക്കോട്ടെ, അല്ലാതെ മറ്റ് മാംസ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ, അതിനെ നശിപ്പിച്ചു കളഞ്ഞു, അമിതമായിട്ട് ചൂഷണം ചെയ്ത് ഇല്ലാതാക്കി കളഞ്ഞു. ഹ്യൂമൻസ് ഹാവ് ആൾവേസ് ഡിപ്പെൻഡഡ് ഓൺ നാച്ചർ ഫോർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. ബട്ട് വെൻ നീഡ് ടേൺസ് ടു ഗ്രീഡ്, ആവശ്യം എന്തായിട്ട് മാറുന്ന? അത്യാഗ്രഹമായിട്ട് മാറുകയാണ്. ഇറ്റ് ലീഡ്സ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. An example ആണ് the extinction of Steller's sea cow and passenger pigeon were due to over exploitation by humans. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്റ്റെല്ലേഴ്സ് സീ കൗ ആൻഡ് പാസഞ്ചർ പീജിയൺ. ഇനി ഈവിൾ കോർട്ട്ലെറ്റിൻ്റെ അടുത്ത ഈവിളാണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻസ്. ഏലിയൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമ്മൾ സാധാരണ അത് അന്യഗ്രഹ ജീവി എന്നൊക്കെ വിശേഷിപ്പിക്കുക. അപ്പോൾ ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും
നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്ന സ്പീഷീസിനെ നമുക്ക് ഏലിയൻ സ്പീഷീസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സോട്ടിക് സ്പീഷീസ് എന്ന് വിളിക്കാം. ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നും പുതിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് എത്തുക. ഈ പിക്ചറിൽ കാണുന്നത് നമ്മൾ സാധാരണ പറയുന്ന ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്ന ഒരു ഫിഷാണ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇന്ത്യയിലെത്തിയത് എവിടെ നിന്നാണ്? ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ ഈ രീതിയിൽ കൊണ്ടുവരുന്ന സ്പീഷീസുകൾ അവിടുത്തെ നാറ്റീവ് സ്പീഷീസുകളുടെ എക്സ്റ്റിങ്ഷന് കാരണമാകുന്നു. അത് നശിപ്പിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ വംശനാശത്തിന് കാരണമാകുന്നു. ന്യൂ സ്പീഷീസ് എൻറ്ററിങ് എ ജിയോഗ്രഫിക്കൽ റീജിയൻ ആർ നോൺ as exotic or alien species. Introduction of alien species to a new habitat may adversely affect the native species. അപ്പോൾ അത് എന്ത് സംഭവിക്കാം? നാറ്റീവ് സ്പീഷീസിനെ അത് ദോഷകരമായി ബാധിക്കാം. സംടൈം ഇറ്റ് മേ ലീഡ്സ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ സ്പീഷീസ്. ചിലപ്പോൾ അത് ആ സ്പീഷീസിൻ്റെ നാറ്റീവ് സ്പീഷീസിൻ്റെ തന്നെ എക്സ്റ്റിങ്ഷന് കാരണമായിട്ട് മാറാം. 1-2 ഉദാഹരണങ്ങൾ പരിശോധിക്കാം. The Nile perch introduced into Lake Victoria in East Africa. ഈസ്റ്റ് ആഫ്രിക്കയിലെ വിക്ടോറിയ തടാകത്തിൽ നൈൽ പെർച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കാരണം എന്ത് സംഭവിച്ചു? ഇറ്റ് ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് 200 സ്പീഷീസ് ഓഫ് സിച്ചിലിഡ് ഫിഷസ് ഇൻ ദ ലേക്ക്. അപ്പോൾ ആ ലേക്കിൽ സമൃദ്ധമായിട്ട് കണ്ടിരുന്ന ഒരു കാറ്റഗറി ഓഫ് ഫിഷാണ് സിച്ചിലിഡ് ഫിഷ്. സിച്ചിലിഡേസിയെ എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ഒരു 1300ഓളം സ്പീഷീസ് വരുന്ന ഒരു ഫാമിലിയാണ്. അക്വേറിയം ഫിഷസ് ഒക്കെ ധാരാളം ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫിഷസിൻ്റെ ഏകദേശം 200ഓളം സ്പീഷീസുകളുടെ വംശനാശത്തിന് ഈ ഒരു എക്സോട്ടിക് സ്പീഷീസ് കാരണമായിട്ട് മാറി. നൈൽ പെർച്ചിനെ വിക്ടോറിയ ലേക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് ഇതുപോലെയുള്ള ചെറിയ മീനുകളൊക്കെ അത് ഭക്ഷണമാക്കി മാറ്റി. അങ്ങനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ഫിഷസിൻ്റെയൊക്കെ വംശനാശത്തിന് കാരണമായി. ഇനി നമുക്ക് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളായിട്ടൊരു 3 എക്സാമ്പിൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ക്യാരറ്റ് ഗ്യാസ് അല്ലെങ്കിൽ പാർത്തീനിയം. പിക്ചറിൽ കാണാം ക്യാരറ്റ് ഗ്യാസ് ഓർ പാർത്തീനിയം, ലൻറ്റാന, ദെൻ വാട്ടർ ഹയാസിൻഡോ ഐക്കോർണിയ. വാട്ടർ ഹയാസിൻ കുളവാഴ എന്നൊക്കെ നമ്മൾ പറയുന്ന കായലിലും നമ്മൾ അതുപോലെ തന്നെ ശുദ്ധജല തടാകങ്ങളിലുമൊക്കെ കാണുന്ന ഒരു ഇതാണ് കുളവാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്പീഷീസുകൾ, ഏലിയൻ സ്പീഷീസുകൾ അവിടുത്തെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ 3 എക്സാമ്പിളുണ്ട്. ക്യാരറ്റ് ഗ്രാസ് ഓർ പാർത്തീനിയം, ലൻറ്റാന ആൻഡ് വാട്ടർ ഹയാസിൻഡോ ഐക്കോണിയ are examples for alien species that destroyed the native species. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ പരിചയപ്പെടാം. ആഫ്രിക്കൻ കാറ്റ്ഫിഷ് നേരത്തെ സൂചിപ്പിച്ചു. ആഫ്രിക്കൻ മുഷി എന്നറിയപ്പെടുന്ന ക്ലാരിയസ് ഗാരിപ്പിനസ് ഫോർ അക്വാകൾച്ചർ പർപ്പസ് ഈസ് പോസിങ് എ ത്രെറ്റ് ടു ദ നാറ്റീവ് കാറ്റ്ഫിഷസ്. അപ്പോൾ മറ്റ് ഫിഷസിനെയൊക്കെ പിടിച്ച് തിന്നുന്ന ഒരു ഫിഷാണ് ആഫ്രിക്കൻ മുഷി എന്ന് നമ്മൾ പറയുന്ന ക്ലാരിയസ് ഗാരിപ്പിനസ് എന്ന് പറയുന്ന ഈ ഫിഷ്. അപ്പോൾ ഇത് നാറ്റീവായിട്ടുള്ള ഒരുപാട് ഫിഷസിൻ്റെ വംശനാശത്തിന് കാരണമായിട്ടുണ്ട്. ഇനി ഈവിൾ കോർട്ടറ്റിൻ്റെ ലാസ്റ്റ് ഈവിളാണ് കോ എക്സ്റ്റിങ്ഷൻസ്. എന്താണ് കോ എക്സ്റ്റിങ്ഷൻ? When a species extinct, the animal or plant associated with it also extinct. This is known as co-extinction. ഏതെങ്കിലും ഒരു സ്പീഷീസ് എക്സ്റ്റിങ്റ്റ് ആവുക എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഒരുപാട് ജീവികൾ, പാരസൈറ്റ്സുകൾ പല ജീവികളുടെയും പുറത്ത് താമസിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ തലയിൽ പേനുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ താമസിക്കുന്ന ഒരു പാരസൈറ്റാണ്. അപ്പോൾ മനുഷ്യൻ എക്സ്റ്റിങ്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേനും എക്സ്റ്റിങ്റ്റ് ആവും. അപ്പോൾ അതുപോലെ ഇതുപോലത്തെയൊക്കെ ജീവികളുടെ പുറത്ത് പാരസൈറ്റായിട്ട് ജീവിക്കുന്ന ഒരുപാട് ഇൻസെക്ട്സുകൾ അതുപോലത്തെ ജീവികളുണ്ടാകും. അപ്പം ഇതിലേതെങ്കിലും ഒരു ജീവി വംശനാശം സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അകത്ത് താമസിക്കുന്ന പാരസൈറ്റുകളും നശിക്കും. അതിനെയാണ് നമ്മൾ എന്ത് ടേം കൊണ്ട് വിശേഷിപ്പിക്കുക? കോ എക്സ്റ്റിങ്ഷൻ എന്ന ടേം കൊണ്ട് വിശേഷിപ്പിക്കുക. The extinction of a host fish lead to the extinction of parasite associated with it. ഒരു ഫിഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഒരു ഫിഷാണെന്ന് കരുതുക. ആ ഫിഷിൻ്റെ പുറത്ത് പാരസൈറ്റായിട്ട് ജീവിക്കുന്ന ജീവികളുണ്ടെന്ന് വിചാരിക്കുക. ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പാരസൈറ്റും എക്സ്റ്റിങ്ക്റ്റ് ആവും. ഇനി മറ്റൊരു റിലേഷനാണ് കോ ഇവോൾവ്ഡ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം. ഇപ്പോൾ ഓരോ പ്ലാന്റും ആ പ്ലാന്റ് പോളിനേറ്റ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് പോളിനേറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. എന്താണ് പ്ലാന്റ് പോളിനേറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത് പോളിനേറ്റ് ചെയ്യപ്പെടാൻ അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ബേർഡോ ഒരു ഇൻസെക്റ്റോ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റ് അല്ലെങ്കിൽ ബേർഡ് നശിക്കുന്നു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും ആ പ്ലാന്റിൻ്റെയും വംശനാശത്തിന് അത് കാരണമായിട്ട് മാറും. ഇപ്പോൾ ഡോഡോ പക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാൽവേരിയ ട്രീ എന്ന് പറയുന്ന ട്രീ. ഈ ഡോഡോ പക്ഷി ഈ കാൽവേരിയ ട്രീയുടെ പഴം ഭക്ഷിച്ചതിന് ശേഷം അത് കാഷ്ടിക്കുന്ന കാഷ്ടത്തിൽ നിന്നുള്ള വിത്ത് മാത്രമേ അത് മുളച്ചു വരികയുള്ളൂ. അപ്പോൾ ആ ഡോഡോ പക്ഷി എക്സ്റ്റിങ്ക്റ്റ് ആയതോടുകൂടെ കാൽവേരിയ ട്രീയും എക്സ്റ്റിങ്ക്റ്റ് ആയി എന്നുള്ളതാണ്. അതാണ് ഇവിടെ കോ ഇവോൾവ്ഡ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം എന്ന് പറയുന്നത്. എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ ലീഡ്സ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ അതർ. ഇനി നമുക്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡുകളൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ കൺസേർവ് ചെയ്യാം. ആ കൺസേർവ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ 2 കാറ്റഗറിയിൽ തിരിക്കാം. ഇൻ സിറ്റ്യൂ കൺസർവേഷൻ ഓർ ഓൺ സൈറ്റ് കൺസർവേഷൻ, എക്സ് സിറ്റ്യൂ കൺസർവേഷൻ ഓർ ഓഫ് സൈറ്റ് കൺസർവേഷൻ. ഇൻ സിറ്റ്യൂ കൺസർവേഷൻ ആൻഡ് എക്സ് സിറ്റ്യൂ കൺസർവേഷൻ. എന്താണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ? ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത് എവിടെയാണോ ആ സ്പീഷീസ് കാണുന്നത് ആ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ എക്കോസിസ്റ്റത്തിൽ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ കൺസർവേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സസ് ത്രൂ ദെയർ മെയിൻ്റനൻസ് വിതിൻ ദ നാച്ചുറൽ ഓർ ഈവൻ ഹ്യൂമൻ മെയ്ഡ് എക്കോസിസ്റ്റം. നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ കൺസേർവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഹ്യൂമൻ മെയ്ഡ് എക്കോസിസ്റ്റത്തിൽ കൺസേർവ് ചെയ്യുക. ഇൻ വിച്ച് ദേ ഓക്കർ, അത് കാണുന്ന സ്ഥലത്ത്, ഈസ് കാൾഡ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ. അപ്പോൾ ആ ഇൻസിറ്റ്യൂ കൺസർവേഷൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി കാണുന്ന റീജിയൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ആർ ദ റീജിയൻസ് വിത്ത് വെരി ഹൈ ലെവൽസ് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. എൻഡമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്പീഷീസ് കൺഫൈൻഡ് ടു എ റീജിയൻ ആൻഡ് നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ് ആർ നോൺ ആസ് എൻഡമിക് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇപ്പോൾ ഇടുക്കിയിൽ നമ്മൾ തന്നെ ഇവിടെ ഇരവികുളം നാഷണൽ പാർക്കുകളിൽ കാണുന്ന വരയാടുകൾ, അതൊരു എൻഡമിക് സ്പീഷീസാണ്. അപ്പോൾ അതുപോലെ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം കാണുന്ന സ്പീഷീസുകളെ വിളിക്കുന്ന പേരാണ് എൻഡമിക് സ്പീഷീസ്. ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എൻഡമിസം. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ ദ റീജിയൻ വിത്ത് വെരി ഹൈ ലെവൽസ് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. The species confined to a region and not found anywhere else are known as endemic species. In situ conservation കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. There are 34 biodiversity hotspots in the world. ഇപ്പോൾ ലോകത്തിൽ ഈ ധാരാളം എൻഡമിക് സ്പീഷീസുകൾ കാണുന്ന 34ഓളം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ജൈവ വൈവിധ്യം കൊണ്ട് സമ്പുഷ്ടമായ സ്ഥലങ്ങളെയാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരം 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ലോകത്തിൽ മൊത്തമുണ്ട്. അതിൽ ഇന്ത്യയിൽ 3 ഹോട്ട്സ്പോട്ടുകളാണ് പറയുന്നത്. ഒന്ന് വെസ്റ്റേൺ ഗാട്സ്, പശ്ചിമഘട്ടം, ആൻഡ് ശ്രീലങ്ക. വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക. വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക. ദെൻ ഇൻഡോ ബർമ, ഇന്ത്യ ബർമ അതിർത്തിയിൽ വരുന്ന പ്രദേശം, ഹിമാലയം അതിർത്തിയിൽ വരുന്ന പ്രദേശം. 3 of these hotspots, Western Ghats and Sri Lanka, Indo-Burma and Himalaya, cover our country's exceptionally high biodiversity region. അപ്പോൾ ഈ 3 റീജിയനിലും
ബയോഡൈവേഴ്സിറ്റി ഏറ്റവും അധികവും കാണുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഈ റീജിയൻസ്. In India, ecologically unique and biodiversity rich regions are legally protected as biosphere reserves, national parks and sanctuaries. ഇന്ത്യയിൽ ഇതുപോലത്തെ ഹോട്ട്സ്പോട്ടുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ബയോസ്ഫിയർ റിസർവ്സ് എന്നുള്ള പേരിലും നാഷണൽ പാർക്കുകൾ എന്നുള്ള പേരിലും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്നുള്ള പേരിലുമാണ്. ഇന്ത്യ നൗ ഹാസ് 14 ബയോസ്ഫിയർ റിസർവ്സ്. ഇന്ത്യയിൽ ഇപ്പോൾ 14 ബയോസ്ഫിയർ റിസർവുകളുണ്ട്, 90 നാഷണൽ പാർക്കുണ്ട്, 448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. ഇന്ത്യയിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ 3 പേരുകൾ കൊടുത്തുകൊണ്ടാണ് ആ പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. ഒന്ന് ബയോസ്ഫിയർ റിസർവ്, മറ്റൊന്ന് നാഷണൽ പാർക്ക്, മറ്റൊന്ന് സാങ്ച്വറീസ്. അപ്പം അങ്ങനെ 14 ബയോസ്ഫിയർ റിസർവ്, 90 നാഷണൽ പാർക്കുകളും 448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സേക്രഡ് ഗ്രൂവ്സ്. സേക്രഡ് ഗ്രൂവ്സ് എന്താണ്? സേക്രഡ് ഗ്രൂവ്സ് ഒരുപാട് വനപ്രദേശങ്ങളിൽ ആദിവാസി സമൂഹങ്ങൾ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് താമസിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരം വനപ്രദേശങ്ങളിൽ അവരൊരു റിലീജിയസ് സാങ്ക്ടിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ഒരു മതപരമായിട്ടുള്ള ഒരു പരിശുദ്ധി ആ ഫോറസ്റ്റിന് അവർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതുപോലത്തെയൊക്കെ വിഗ്രഹങ്ങളും അതുപോലെ സർപ്പക്കാവുകളും മറ്റുമൊക്കെ ഉള്ള പ്രദേശങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവിടെയൊന്നും ആരും പ്രകൃതിയെ നശിപ്പിക്കുവാൻ തുനിയാറില്ല. മരങ്ങളെ വെട്ടി നശിപ്പിക്കാനും അല്ലെങ്കിൽ പക്ഷിമൃഗാദികളെ വേട്ടയാടുവാനോ ഒന്നും അത്തരം പ്രദേശങ്ങളിൽ ആരും മുതിരാറില്ല. അപ്പം അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന വനപ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് സേക്രഡ് ഗ്രൂവ്സ്. സേക്രഡ് ഗ്രൂവ്സ് ആർ ഫോറസ്റ്റ്സ് പ്രൊട്ടക്റ്റഡ് ബൈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് which are free from all disturbances. Tribal give religious sanctity to the forest. The flora and fauna is well protected here. അവിടുത്തെ ഫ്ലോറയും അതായത് പ്ലാന്റ്സും ഫോണയും അനിമൽസും വെൽ പ്രൊട്ടക്റ്റഡ് ഹിയർ, നന്നായിട്ട് അവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇങ്ങനത്തെ സേക്രഡ് ഗ്രൂവ്സ് നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് മേഘാലയ, മറ്റൊന്ന് രാജസ്ഥാൻ, വെസ്റ്റേൺ ഗാട്ട്സ് റീജിയൻസിൽ, കർണാടക മഹാരാഷ്ട്രയിലുള്ള വെസ്റ്റേൺ ഗാട്ട്സ് റീജിയൻസിൽ, മധ്യപ്രദേശിലൊക്കെ നമുക്ക് ഇത്തരം സേക്രഡ് ഗ്രൂവ് കാണാൻ സാധിക്കും. മേഘാലയയെ സംബന്ധിച്ച് പറയുമ്പോൾ ദ സേക്രഡ് ഗ്രൂവ്സ് ആർ ദ ലാസ്റ്റ് റെഫ്യൂജസ് ഫോർ ലാർജ് നമ്പർ ഓഫ് റയർ ആൻഡ് ത്രട്ടൻഡ് സ്പീഷീസ്. മേഘാലയയിലെ സേക്രഡ് ഗ്രൂവ്സിൽ ഒരുപാട് റയറായിട്ടുള്ള അപൂർവമായിട്ടുള്ളതും വംശനാശ ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ഒരുപാട് റയർ സ്പീഷീസുകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മേഘാലയയിൽ കാണുന്ന സേക്രഡ് ഗ്രൂവ്സ്. ഇനി എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ ത്രട്ടൻഡ് ആയിട്ടുള്ള അനിമൽസിനെയും പ്ലാന്റ്സിനെയും അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്നെടുത്തിട്ട് അവയെ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. In this approach, threatened animals and plants are taken out from their natural habitat and placed in special settings where they can be protected and given special care. നമുക്കറിയാവുന്നതാണ്, ഇൻസിറ്റീവ് കൺസർവേഷനിൽ അവയെ മാക്സിമം അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ എവിടെയാണോ അവ കാണപ്പെടുന്നത് അവിടെ തന്നെ അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നാൽ എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡിൽ അവയെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ പ്രത്യേക കെയർ കൊടുത്തുകൊണ്ട് അവർക്കൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ നമ്മൾ റെഡിയാക്കുന്നു. അപ്പോൾ അതിനെയാണ് എക്സിറ്റീവ് കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനത്തെ എക്സിറ്റീവ് കൺസർവേഷൻസ് ആണ് ഒന്ന് സുവോളജിക്കൽ പാർക്സ്, സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്, ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക്സ് etc. are examples for exitive conservation. Exitive conservation example ആണ് സുവോളജിക്കൽ പാർക്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്,
wildlife safari parks, cryopreservation, seed banks. There are many animals that have become extinct in the wild but continue to be maintained in zoological park. നമുക്കറിയാം, സൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അനിമൽസിനെ, വിവിധ തരത്തിലുള്ള സ്പീഷീസുകൾ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്കറിയാം. എക്സ്റ്റിൻ്റ് ആകുന്നതും എക്സ്റ്റിൻ്റ് ആകാൻ സാധ്യതയുള്ളതും ആയിട്ടുള്ള ഒരുപാട് സ്പീഷീസുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ. ഇനി എക്സിറ്റീവ് കൺസർവേഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ. എന്താണ് ഈ ടെക്നിക്ക്? ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ വെരി ലോ ടെമ്പറേച്ചറിൽ സാധനങ്ങളെ സൂക്ഷിക്കുന്നതിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് വിളിക്കുന്നത്. ക്രയോ പ്രിസർവേഷൻ ടെക്നിക്ക് ആർ യൂസ്ഡ് ഫോർ പ്രിസർവിങ് ഗമീറ്റ്സ് ഓഫ് ത്രട്ടൻഡ് സ്പീഷീസ്. അപ്പോൾ ഇവിടെ ആരെയാണ് സൂക്ഷിക്കുക? ത്രട്ടൻഡ് ആയിട്ടുള്ള സ്പീഷീസ്, വംശനാശ ഭീഷണി നേരിടുന്ന സ്പീഷീസിൽ വരുന്ന അനിമൽസിൻ്റെ ഗമീറ്റുകളെ സൂക്ഷിക്കുന്നു. മെയിൽസ് ഗമീറ്റ് ആകാം, സ്പേം ആകാം, എഗ് ആകാം. ഇൻ വയബിൾ ആൻഡ് ഫെർട്ടൈൽ കണ്ടീഷൻ. അപ്പോൾ അവയെ വയബിൾ ആയിട്ടുള്ള, അവയെ ഡെഡ് സ്റ്റേജ് അല്ല, ലൈവ് ആൻഡ് ഫെർട്ടൈൽ കണ്ടീഷനിൽ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ. ഇപ്പോൾ സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നമുക്കറിയാം, ചീത്തയാകാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു ടെമ്പറേച്ചർ അല്ല നമ്മൾ ഈ ക്രയോ പ്രിസർവേഷൻ ടെക്നിക്കിൽ ഉപയോഗിക്കുക. വെരി ലോ ടെമ്പറേച്ചറാണ് ഉപയോഗിക്കുക. ഇനി സീഡ് ബാങ്ക്സ്. ഇവിടെയും നമുക്ക് പ്ലാന്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന പ്ലാന്റ്സിൻ്റെ സീഡുകളെ നമ്മൾ പ്രിസർവ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അവയെ ആവശ്യം വരുമ്പോൾ അവ എന്ത് ചെയ്യുക? മുളപ്പിച്ചെടുക്കുക. Seed banks are used for preserving seeds of different genetic strains of commercially important plants for long periods. വളരെ കാലം ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ ഇൻസിറ്റു, എക്സിറ്റു കൺസർവേഷൻ മെത്തേഡുകൾ നമുക്കിങ്ങനെ ഒരു ഫ്ലോ ചാർട്ടിലൂടെ സൂചിപ്പിക്കാം. രണ്ട് മെത്തേഡ്, ഇൻസിറ്റീവ് കൺസർവേഷൻ ആൻഡ് എക്സിറ്റീവ് കൺസർവേഷൻ. ഇൻസിറ്റീവ് കൺസർവേഷനിൽ പ്രധാനപ്പെട്ട മെത്തേഡ്സുകൾ നാഷണൽ പാർക്സ്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്സ്, സാക്രഡ് ഗ്രൂവ്സ്. എക്സിറ്റീവ് കൺസർവേഷൻസിൽ സുവോളജിക്കൽ പാർക്സ്, ബൊട്ടാണിക്കൽ ഗാർഡൻ, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ്, ക്രയോ പ്രിസർവേഷൻ, സീഡ് ബാങ്ക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. For video lessons, please subscribe TLP's biology classes. Thank you.